ഹായ്, എൻ്റെ പേര് അബ്ബാസ്. എൻ്റെ പേര് ബെന്നു. ഞങ്ങൾ പാക്കേജ് സമൂഹത്തിൽ വർക്ക് ചെയ്യണമായിരുന്നു. ഞങ്ങളൊരു 8 മണിക്കാണ് വർക്കെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ചായയൊക്കെ കുടിച്ച് പ്രിപ്പറേഷൻ ചെയ്ത് അതിനനുസരിച്ച് ഇറങ്ങും. എന്നിട്ട് ഓഫീസിൻ്റെ അവിടെ ചെന്ന് ബോക്സ് ചില വർക്കുകൾ ലോങ് ഒക്കെ പോകേണ്ട വർക്കുകളാണെങ്കിൽ ഞങ്ങൾ രാവിലെ എടുക്കും. അല്ലാത്ത വർക്കുകൾ ലോക്കലായിട്ടുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ ഒരു 8 മണി 9 മണി അതനുസരിച്ച് എടുക്കും. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. കസ്റ്റമറോട് നമ്മൾ തലേന്ന് തന്നെ അത് വിളിച്ച് പറയും. പിന്നെ പാക്കിംഗ് മെറ്റീരിയലൊക്കെ ആയിട്ട് കസ്റ്റമർ അയച്ചെന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് പോയി അവിടെ എന്തൊക്കെയാണ് എടുക്കേണ്ട ഐറ്റം അതൊക്കെ ഒന്ന് ഫസ്റ്റ് പാക്ക് ചെയ്ത് ചില വർക്കുകൾ ഞങ്ങൾ തന്നെ പാക്ക് ചെയ്യുന്നുണ്ട്, ചിലത് കസ്റ്റമേഴ്സ് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വർക്ക് വലിയ വർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആളും കൂടെ ഉണ്ടാവും. പിന്നെ കട്ടിലൊക്കെ ആണെങ്കിൽ നോർമൽ വുഡൻ കോട്ടൊക്കെ നമ്മൾ തന്നെ ടൂളെടുത്ത് അത് റിഫിറ്റ് ചെയ്ത് കൊടുക്കും. അല്ലാതെ ചില സമയത്ത് ബോക്സ് ടൈപ്പ് കട്ടിലുകളൊക്കെ വരാറുണ്ട്, ഡാംറോഡ് സാധനങ്ങളൊക്കെ വരാറുണ്ട്. അത് കാർപ്പൻറ്റർമാർ വന്നഴിക്കും. പിന്നെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ടെക്നീഷ്യന്മാർ വന്നഴിച്ച് അത് നമ്മൾ ഏത് വീട്ടിലോട്ടാണ് കൊണ്ടുവന്ന് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ചില കസ്റ്റമേഴ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ട, ചിലവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. നോർമലായിട്ട് ഞങ്ങൾ വർക്കിന് പോകുമ്പോൾ ആദ്യം കസ്റ്റമറുടെ അടുത്ത് നിന്ന് മെയിനായിട്ട് വലിയ ഐറ്റംസ് സാധനങ്ങൾ ആദ്യമേ ഇറക്കും. വീടാണെങ്കിൽ വീട്, ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റ്. അത് കഴിഞ്ഞ് ചെറിയ ഐറ്റംസ് പാക്ക് ചെയ്തെടുക്കും. അത് സേഫായിട്ട് ഗ്ലാസ് അങ്ങനെയുള്ള ഗ്ലാസ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സേഫായിട്ട് തന്നെ പാക്ക് ചെയ്തെടുക്കും. അത് പിന്നെ വണ്ടിയിൽ വന്ന് വലിയ സാധനങ്ങൾ അനുസരിച്ച് ലോഡ് ചെയ്ത് എടുക്കും. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ കസ്റ്റമർ പറയുന്നതിനേക്കാളും കുറച്ച് സാധനങ്ങൾ കൂടുതൽ കാണും. അതുപോലെ തന്നെ ചില വഴികളിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി കയറാൻ ബുദ്ധിമുട്ട് കാണും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളെങ്ങനെയും മാക്സിമം കസ്റ്റമറോട് സംസാരിച്ച് സാധനങ്ങൾ എടുത്ത് അവിടുന്ന് കൊണ്ടുവരാൻ തന്നെയാണ് മാക്സിമം നോക്കുന്നത്. നമ്മൾ ഈ ഫ്ലാറ്റുകളിൽ ചില സമയത്ത് വർക്കിന് പോകുമ്പോൾ അവിടുത്തെ ലിഫ്റ്റിൽ ചിലപ്പോൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ സ്റ്റേജസ് ഇറക്കേണ്ടി കയറ്റേണ്ടി ഒക്കെ വരും. അതുപോലെ തന്നെ ചില ഫ്ലാറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞ സാധനം ഇറക്കാൻ ടൈമുണ്ട്. ചില ഫ്ലാറ്റുകളിൽ ടൈമുണ്ട്, 5 മണി 6 മണി കഴിഞ്ഞ് ഇറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അത് പിന്നെ കസ്റ്റമർ ഫ്ലാറ്റിലുള്ള ആൾക്കാരോട് സംസാരിച്ചത് റെഡിയാക്കും. പിന്നെ ലോഡിങ്ങിന്റെ സമയത്താണെങ്കിൽ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് വണ്ടിയിൽ ലോഡ് ചെയ്ത് ഡ്രോപ്പ് ലൊക്കേഷനിൽ എത്തിച്ചു കൊടുക്കും. അതിപ്പോൾ അടുത്താണെങ്കിൽ നേരത്തെ ഡെലിവറി ആവും, അല്ലെങ്കിൽ പിന്നെ അവിടെ എത്താൻ ദൂരം കൂടുതലാണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ടൈം എടുക്കും എത്താൻ. എല്ലാ വർക്കിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്, ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെ സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്ത് ഒരു 9 അടി അല്ലെങ്കിൽ ഒരു 14 അടി വരുന്ന വണ്ടിയിൽ ഫുൾ പാക്ക് ചെയ്ത് സെറ്റായി അടുക്കി പെറുക്കി കൊണ്ട് ഡെലിവറി സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ വർക്ക്. Sing it till we break.